ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലേ ഈ നാൽപ്പാമരാതി തൈലം. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള നാൽപ്പാമരാതി തൈലം. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമുക്ക് അവൈലബിൾ ആവുക. ഇത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയാണ്, വേറെ ബ്രാൻഡ്സിനൊന്നുമല്ല. ഒത്തൻറ്റിക് ആയിട്ടുള്ള കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബോട്ടിലാണിത്. ഇത് ഏകദേശം ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും യൂസ് ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫുൾ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇത് എല്ലാവരും പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കിയതാണ്. ഇത് വിത്ത് ലേബിളാണ് കേട്ടോ വരിക. ഞാനത് യൂസ് ചെയ്ത് വൃത്തികേടായതുകൊണ്ട് ലേബിൾ റിമൂവ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ ഔട്ട്ലെറ്റിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഈ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഓയിലിൻ്റെ കളർ, ഇത് ഭയങ്കര യെല്ലോ കളറിൽ, ഡീപ്പ് യെല്ലോ കളറിൽ വരുന്ന ഒരു ഓയിലാണ്. ഇത് ഒരുപാട് മരുന്നുകൾ ചേർത്ത് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓയിലായതുകൊണ്ട് തന്നെ അതിൽ നല്ല ഒരു കളർ അതിനുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഡീപ്പ് യെല്ലോ കളറിലുള്ള ഓയിലായിട്ടാണ് നമുക്കത് കിട്ടുക, കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് കഴുകി കളയും കൂടിയും വേണം. അല്ലെങ്കിൽ ആ യെല്ലോ കളറ് നമ്മളുടെ പിന്നെ നമ്മുടെ ടവലിലും ഒക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഡ്രസ്സിലൊക്കെ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കഴുകി കളയാനും കൂടി നമ്മൾ ശ്രമിക്കണം. ഇനി ഈ ഓയിലിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാൽപ്പാമരാതി എണ്ണയും തൈലവും ഉണ്ട്, നാൽപ്പാമരാതി വെളിച്ചെണ്ണയും നാൽപ്പാമരാതി തൈലവുമാണ്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. രണ്ട് ബേസ് ഓയിലാണ് ഇത് അവൈലബിൾ ആവുക. നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലിൽ വരുന്നതും, അതുപോലെ നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത് എള്ളെണ്ണയിൽ വരുന്നതുമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എള്ളെണ്ണയിൽ വരുന്നത്. നാൽപ്പാമരാതി തൈലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു തിക്കാണ്, കുറച്ചും ഡെൻസ് ആണ് നാൽപ്പാമരാതി തൈലം. പക്ഷേ നാൽപ്പാമരാതി വെളിച്ചെണ്ണ കുറച്ചുകൂടി ലൈറ്റർ എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് തരാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എള്ളെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എള്ളെണ്ണയിൽ തന്നെ വാങ്ങിക്കാം. ഇനി അതല്ല വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലുള്ള നാൽപ്പാമരാതി വെളിച്ചെണ്ണ ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അത് രണ്ടും മാറുന്നത് പോലെ തന്നെ അതിന് സ്മെല്ലിനും ഡിഫറൻസ് വരും. നല്ലെണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരു തൈലത്തിൻ്റെ ഒക്കെ ഒരു മണമാണ് ഉണ്ടാവുക. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണയുടെ മണമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം വെളിച്ചെണ്ണ ആയതുകൊണ്ട് എനിക്ക് നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി താല്പര്യം. ഞാൻ നാൽപ്പാമരാതിയുടെ റീൽ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ കൺവീനിയൻസ് ആണ്. നിങ്ങൾക്ക് രാവിലെയാണ് ഉപയോഗിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ രാവിലെ ഉപയോഗിക്കാം. അതല്ല വൈകുന്നേരം ആണ് നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഇത് ഉപയോഗിക്കാം. എപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖം നനവില്ല എന്ന് ഉറപ്പ് വരുത്തണം. നനവില്ലാത്ത നമ്മുടെ മുഖത്ത് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. നന്നായിട്ടത് അപ്ലൈ ചെയ്തിട്ട് 30 മിനിറ്റ്സ് ലീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. ഞാൻ പയറുപൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ തന്നെ സോപ്പും കിട്ടും. ആ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മുഖം ഇത് ഉപയോഗിക്കുമ്പോൾ കഴുകിക്കളയാറ്. അങ്ങനെ മൈൽഡായിട്ടുള്ള ഏത് സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം സോപ്പ് എന്തായാലും യൂസ് ചെയ്യണം. കാരണം ഇതൊരു യെല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു യെല്ലോ കളർ ഇതിന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടവലും ഡ്രസ്സിലൊക്കെ ആവും. നമ്മുടെ നന്നായിട്ട് ഇത് കഴുകി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റെയിൻസ് എവിടെയും ഇവിടെയും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നല്ലൊരു സോപ്പ് യൂസ് ചെയ്തിട്ട്, പ്രിഫറബിളി ആയുർവേദശാലയുടെ സോപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ഇത് കഴുകിക്കളയാം. ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ തേച്ച് മുഖം കഴുകുമ്പോൾ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിൻ്റെ മേജർ പോർഷൻ, ഇതിൻ്റെ റിസൾട്ട്. നിങ്ങൾ ഒരിക്കലും ഇത് സ്കിന്ന് അങ്ങ് ബ്രൈറ്റൻ ആവുമെന്ന് വെച്ചിട്ടൊന്നും ഇത് വാങ്ങിക്കരുത്. അങ്ങനെയാണ് പലരും ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത് ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യും കുറച്ചൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരൊക്കെ വന്നിട്ടുണ്ടാകുന്ന പാടുകളില്ലേ, ആ പാടുകൾ പോകാനും, മുഖത്തുള്ള ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന ചില പാടുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ അതിലൊക്കെ കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇത് നമ്മുടെ സ്കിന്നങ്ങ് ബ്രൈറ്റൻ ചെയ്യുക, മുഖം മൊത്തത്തിൽ അങ്ങ് നിറം വെപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് ടാൻ അടിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈ റീലിലൊന്നും കാണുന്നത് പോലെ സ്കിൻ അങ്ങ് ബ്രൈറ്റൻ ആവുമല്ല. ഇത് സ്കിൻ ഗ്ലോ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവും, നമ്മുടെ മുഖത്ത് നല്ല മിനുസം ഫീൽ ചെയ്യും, നന്നായിട്ട് നമുക്ക് ഒരു നല്ല സപ്പിൾ ഫീൽ ആയിരിക്കും മുഖത്ത് നമുക്ക് കിട്ടുക. പിന്നെ നമുക്കിത് ഫേസിൽ മാത്രമല്ല ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം.
പിന്നെ ഇതിൻ്റെ പ്രൈസ് 150 രൂപയാണ്. ഞാനത് കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ പോയി വാങ്ങിയതാണ്. എനിക്ക് 150 രൂപയാണ് ആയത്. ആയുർവേദശാലയുടെ ഏത് ഔട്ട്ലെറ്റിൽ പോയാലും നിങ്ങൾക്കിത് കിട്ടും. ആമസോണിലും ഏകദേശം സെയിം പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി. നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് ഈ ഓയിൽ വാങ്ങണ്ട. നിങ്ങൾക്ക് സ്കിന്നൊന്ന് ഗ്ലോ ചെയ്താൽ മതി, സ്കിന്നൊന്ന് ഹെൽത്തി ആയി ഇരുന്നാൽ മതി. അതുപോലെ കുഞ്ഞു കുഞ്ഞു പാടുകളുണ്ടെങ്കിൽ അത് പോവാൻ, മൊത്തത്തിലൊന്ന് ഗ്ലോ ചെയ്യാനാണ് ഈ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ പല പ്രൊഡക്ട്സ് ഉണ്ട് ആയുർവേദശാലയുടെ, ഏലാദി തൈലം, കുങ്കുമാതി തൈലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതിൻ്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാൽപ്പാമര തൈലം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. സോ ബൈ ഫ്രം ടമ്മി ടെയിൽസ്.